നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ട് ഈ നോർത്ത് കൊറിയയിലെ നമ്മുടെ കിമ്മണ്ണൻ ഉണ്ടല്ലോ, പുള്ളിക്കാരി ഇങ്ങനെ ഓരോ പറയുന്ന കാര്യങ്ങളും ഈ ഓരോ പറയുന്ന പൊട്ടത്തരമൊക്കെ ഈ 2.5 കോടി ആൾക്കാരുണ്ട് അവിടെ. ഇവരൊക്കെ എങ്ങനെയാണ് വിശ്വസിക്കുന്നത്? ഞാനിത് ഇടയ്ക്കിടയ്ക്ക് ആലോചിക്കാറുണ്ട്. പണ്ട് വേൾഡ് വാർ സെക്കൻഡ് നടന്നപ്പോൾ ഹിറ്റ്ലർ പുള്ളിക്കാരൻ വന്നിട്ട് ഇതാ എനിക്ക് യുദ്ധത്തിന് പോകണം, എനിക്ക് കുറച്ച് പേരെ കൊല്ലണം എന്നൊക്കെ പറയുമ്പോൾ അവിടുത്തെ ആൾക്കാരുടെ കൂടെ സപ്പോർട്ട് ഇല്ലാതെ അത് ചെയ്യാൻ പറ്റില്ലല്ലോ. യുദ്ധത്തിന് പോകണം എന്ന് പറഞ്ഞാൽ നീ ഒറ്റയ്ക്ക് വെക്കണോ, ഞാനങ്ങളൊന്നും ഇല്ലയെന്ന് പറയാമല്ലോ ആൾക്കാർക്ക്. പക്ഷെ കുറ്റം പറയുമ്പോൾ എപ്പോഴും ഒരാളുടെ മേലിലേ കുറ്റം പറയുള്ളൂ. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും ഇത്? എങ്ങനെയാണ് ഈ ഒരാൾ അല്ലെങ്കിൽ ഒരു ഐഡിയ ഈ അത്രയും കോടിക്കണക്കിന് ജനങ്ങളിൽ ഇങ്ങനെ എത്തിക്കുന്ന, അവരുടെ ആ ഒരു മൈൻഡിലേക്ക് കയറ്റുന്നത്? ഇതിൻ്റെ ഒരു ലൈവ് എക്സാമ്പിൾ ഈ കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് നടക്കുന്നുണ്ട്. വേറെ എവിടെയുമല്ല, പാകിസ്ഥാനിലാണ് ഇത് നടക്കുന്നത്. നോർത്ത് കൊറിയയിലും പണ്ട് ജർമ്മനിയിലൊന്നും ഇൻ്റർനെറ്റ് ഇല്ല. അപ്പോൾ അവിടെയൊക്കെ ന്യൂസുകളും മീഡിയാസൊക്കെ വേറെ ഈ ഗവൺമെൻറ് കൺട്രോൾ തന്നെ ആയിരിക്കും. ഈ കാലത്ത് ഇൻ്റർനെറ്റ് ഉണ്ടായിട്ട് പോലും അമ്മാതിരി പ്രൊപ്പഗൻഡയും അമ്മാതിരി നുണകളുമാണ് ഇവർ ഈ മീഡിയക്കാരും ഈ ഇൻ്റർനെറ്റിലുള്ളവരും എല്ലാവരും പറഞ്ഞു വരുത്തുന്നത്. ചിലതൊക്കെ കേട്ടാ ഞെട്ടിപ്പോവും. ഞാൻ കുറച്ച് എക്സാമ്പിൾസ് പറഞ്ഞുതരാം ഇവർ എന്തൊക്കെയാ പറഞ്ഞു തന്ന്. പാകിസ്ഥാനിലെ ന്യൂസിൽ ഒന്ന് പറയാണ്, പാകിസ്ഥാൻ ഹാക്കേഴ്സ് ഇന്ത്യയുടെ ഇലക്ട്രിക് ഗ്രിഡ് സിസ്റ്റം ഉണ്ടല്ലോ അത് മൊത്തം ഹാക്ക് ചെയ്തു. 70% ഇലക്ട്രിക് ഗ്രിഡ് സിസ്റ്റം നശിച്ചു ഇന്ത്യയുടെ. ഇന്ത്യ മൊത്തത്തിൽ 70% പോയി. പാകിസ്ഥാൻ്റെ ഡ്രോണ് ഡൽഹി വരെ എത്തി. ഇങ്ങനെ സൈറ്റ് സീയിങ് ഒക്കെ കണ്ട് ഡ്രോണ് ഡൽഹിയൊക്കെ കണ്ടിട്ട് പോയി, മടങ്ങിപ്പോയി. ഷാഹിദ് അഫ്രീദിയുടെ ഒരു വിക്ടറി റാലിയൊക്കെ ഉണ്ടായിരുന്നു, യുദ്ധം ജയിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട്. ഇത് യുദ്ധം നിർത്തിയതല്ലേ, അല്ലാതെ ആരും ജയിച്ചും തോറ്റിട്ടൊന്നും ഇല്ലല്ലോ. എന്താ ഇത്? 26 ഇന്ത്യൻ മിലിറ്ററി സെന്റേഴ്സ് തകർത്തു, 26 ഇന്ത്യൻ എയർഫോഴ്സിൽ ഒരു പൈലറ്റിനെ പിടിച്ചു. അതൊരു പെൺകുട്ടിയായിരുന്നു. ക്യാപ്ചേർഡ്, പാകിസ്ഥാൻകാർ പിടിച്ചു വെച്ചിട്ടുണ്ട് അവിടെ. ഇത് ആരാണെന്നോ എന്താണെന്നോ ആർക്കും അറിയില്ല, പക്ഷെ പിടിച്ചു വെച്ചിട്ടുണ്ട്. ഇന്ത്യൻ മിസൈൽ അമൃതസറിൽ വന്ന് വീണു. ഇന്ത്യൻ മിസൈൽ അമൃതസറിൽ തന്നെ വന്ന് വീണു. അമൃതസർ ഒരു മിസൈലും വീണിട്ടില്ല. ഇന്ത്യയുടെ $80 ബില്യൺ നഷ്ടമാണ് ഇന്ത്യക്ക് ഈ ഒരു യുദ്ധം കാരണം. 1-2 $80 ബില്യൺ. പിന്നെ ശ്രീനഗർ എയർബേസ് ഉണ്ടല്ലോ, അതിപ്പോൾ പോയാൽ കാണാൻ പറ്റില്ല, അത് പാകിസ്ഥാൻകാർ തകർത്തിട്ടുണ്ട്. ഫോട്ടോസും ഇതൊന്നും ചോദിക്കരുത്, ഇന്റർനെറ്റിലുണ്ട്, എടുത്തോ. ഇപ്പം ഇത്രയും പറഞ്ഞത് ഒരു വലിയ നുണകളുടെ ലിസ്റ്റിലെ കുറച്ചെണ്ണമാണ്. ഇനി ഇതൊന്നും പോരാണ്ട് ചൈനക്കാർ പാകിസ്ഥാൻകാർ ബോട്ട്സ്, ഈ ന്യൂസ് ബോട്ട്സുകളുണ്ട് ഈ എക്സിൽ, അവരുടെ വക കുറേ തള്ളിമറിക്കൽ. ചൈനീസ് എക്യുപ്മെന്റ്സ് യൂസ് ചെയ്തിട്ടാണ് ഇന്ത്യക്കാർക്കെതിരെ പാകിസ്ഥാൻകാർ ജയിച്ചതെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു 10 ന്യൂസ്. ഇതൊക്കെ കണ്ട ശരിക്കുള്ള ന്യൂസ് പോലെയൊക്കെ തോന്നും, പക്ഷെ ഒന്നും ശരിക്കുള്ള അല്ല. അത് എല്ലാവർക്കും അറിയാം. അത് അറിയുന്നത് ആകെ ഈ ഇന്റർനെറ്റ് ഉള്ളത് കൊണ്ട് മാത്രമാണ്. ഇതൊന്നും ഇല്ലെങ്കിൽ ഉള്ള അവസ്ഥ ആലോചിച്ച് നോക്ക്. ഇത് ആരോട് ചോദിക്കും? ഇത് ശരിയാണോ എന്ന് ആരോടാ ചോദിക്കുക? അപ്പോൾ പറഞ്ഞു വന്നത് എങ്ങനെയാണ് ഈ കോടിക്കണക്കിന് ആൾക്കാരിനെ മാനിപ്പുലേറ്റ് ചെയ്ത് പ്രൊപ്പഗൻഡ ഇറക്കി മാനിപ്പുലേറ്റ് ചെയ്യുന്നത്.